വജ്രം, വെള്ളി തുടങ്ങിയ ആഭരണങ്ങളുണ്ടെങ്കിലും മലയാളികൾക്ക് എന്നും പ്രിയം സ്വർണത്തോടാണ്. വില റോക്കറ്റ് പോലെ കുതിച്ചുയരുമ്പോഴും മഞ്ഞലോഹത്തെ കൈവിടാൻ ആരും ഒരുക്കമല്ല. വെറും ആഭരണം എന്നതിനപ്പുറം ഭാവിയിൽ മികച്ച ലാഭം തരാൻ കഴിയുന്ന നിക്ഷേപം കൂടിയാണ് ഈ സ്വർണം. അതുകൊണ്ട് തന്നെ ആഭരണം ഉൾപ്പെടെ സ്വർണം വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇപ്പോഴത്തെ വില കുറച്ച് ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇനിയും വില കുറയുമെന്നും ഉയരുമെന്നും പ്രവചനങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ കുറയാണല്ലേ? ഇതിനൊക്കെയുള്ള ഉത്തരം നിങ്ങൾക്ക് തരുകയാണ് ശ്രീ അരുൺ മാർക്കോസ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്വർണത്തിന്റെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ, കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇന്ന് മലയാളികൾ സ്വർണത്തിന് നൽകുന്നുണ്ട്. ഇതിന്റെയൊക്കെ വിശദമായ വിവരങ്ങളൊക്കെ നമ്മോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ശ്രീ അരുൺ മാർക്കോസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. പറഞ്ഞു തന്നതുപോലെ സ്വർണത്തിന് അത്രത്തോളം ഡിമാൻഡ് ആണെന്നുള്ളത്, മലയാളികൾക്ക് ഈ മഞ്ഞലോഹത്തോട് അത്രത്തോളം പ്രിയമുണ്ട്. ഈ കൂടി വരുന്ന വില ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഓരോ ദിവസവും വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് എങ്ങനെയായിരിക്കാം ഇനി വ്യാപാരവും സ്വർണ്ണവിലയൊക്കെ മുന്നോട്ട് പോവുക? നിലവിൽ വ്യാപാരം വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. ഈ വിലയിലുണ്ടാകുന്ന ഈ വ്യത്യാസം, ഏറ്റക്കുറച്ചിലുകൾ, അതായത് 2-3 ദിവസമായി യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ ഇന്നലെ വരെ വലിയ തോതിൽ വില കുറയുന്ന ഒരു സാഹചര്യമാണ് വന്നത്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഗ്രാമിന് 230 രൂപ, അതായത് ഏകദേശം ഒരു 1730 രൂപയോളം പവന് കൂടുന്ന, 840 രൂപ കൂടുന്ന തരത്തിലേക്ക് ഒരു മാറ്റമുണ്ടായി. അത് ആളുകളിൽ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. വേണ്ട ആളുകൾക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റിയ സമയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഇനി എന്താണെങ്കിലും വലിയൊരു കുറവ് ഉണ്ടാവില്ല, ഇനി ഉയർന്നു പോവുകയുള്ളൂ. ഏതായാലും ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും 1.5 ലക്ഷം എന്ന ടാർഗറ്റിലേക്ക് എത്തി അതിന് മുകളിലേക്ക് സ്വർണ്ണവില പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ യുദ്ധം വീണ്ടും ശക്തമായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഓർത്തു ഇത് ചെറിയ തോതിൽ നടന്നിട്ട് ഒരു സമാധാന ശ്രമത്തിലേക്ക് പോകും എന്നുള്ള തലത്തിൽ വിചാരിച്ചെങ്കിലും, പക്ഷേ ഇറാനും വിട്ടുകൊടുക്കുന്ന ഒരു ലക്ഷ്യം കാണുന്നതിൽ അവർ വീണ്ടും ആക്രമണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്ത് വന്നാലും സ്വർണ്ണവില വീണ്ടും കുത്തനെ കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ പ്രശ്നം, സപ്ലൈ ഒരുപാടുണ്ട്, ഡിമാൻഡ് ഇല്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. കാരണം ഒരുപാട് ആളുകൾ ഈ വില ഇങ്ങനെ കുറയാൻ തുടങ്ങിയപ്പോൾ കയ്യിലിരിക്കുന്ന സ്വർണം എങ്ങനെയും വിറ്റഴിച്ച് പണമാക്കുക എന്നുള്ള തരത്തിലേക്ക് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തിക്കുന്നതിൻ്റെ ബേസിൽ ആളുകൾ കൂടുതലായി സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് സ്വർണവുമായി വരുന്നു, അല്ലെങ്കിൽ എൻക്വയറീസ് നടത്തുന്നു. പക്ഷേ ഈ വ്യാപാരികളെ സംബന്ധിച്ച് അവരിത് വിൽക്കാനായിട്ട് വിചാരിക്കുമ്പോൾ അവരുടെ ഇന്ന് സ്വർണം എടുത്തുകൊണ്ടിരുന്ന വൻകിടക്കാരായിട്ടുള്ള ജ്വല്ലറികളൊന്നും തന്നെ ഇപ്പോൾ സ്വർണം വാങ്ങുന്നില്ല. കാരണം അവർക്ക് സപ്ലൈ നടക്കുന്നില്ല, അതുകൊണ്ട് ഡിമാൻഡും വളരെ കുറവാണ്. പക്ഷേ അതേസമയം ഇത് മാർക്കറ്റിലേക്ക് ഒരുപാട് സ്വർണം വന്നുകൊണ്ടിരിക്കുകയാണ്. എടുക്കാൻ പറ്റാത്ത, അതായത് വില നൽകാൻ സാധിക്കാത്ത ഒരു തരത്തിലാണ് മാറുന്നത്. അപ്പോൾ നമ്മളിത് വിൽപ്പനക്കായി വൻകിടക്കാരോട് സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നത് ഇന്ന് കൊടുത്ത് 2 ദിവസം കഴിഞ്ഞ് അത് അക്കൗണ്ടിലേക്ക് തരാം എന്നുള്ള തരത്തിലാണ് പറയുന്നത്. പക്ഷേ അതൊരു കസ്റ്റമറോട് നമ്മൾക്ക് പറയാൻ പറ്റുമോ? കസ്റ്റമർ വരുമ്പോൾ നമ്മൾ പറയുക 2 ദിവസം കഴിഞ്ഞ് തരാം ക്യാഷ് എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അത്രയ്ക്ക്, പക്ഷേ നമ്മളോട് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ തരാറുണ്ട്. നമ്മളോട് പറയും 1 ദിവസം കഴിഞ്ഞ് പണം നൽകിയാൽ മതി എന്ന് പറയും. പക്ഷേ സാധാരണക്കാരായിട്ട് അത്യാവശ്യം ഇതിന് വരുന്ന ഒരാളെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ട് ആളുകൾ അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതന്നെയല്ലേ വ്യക്തമാകുന്നത്. കാരണം ഈ ചെറിയ വിലക്കയറ്റം അതിന് വലിയ കുറവിലേക്ക് പോകുമോ, അല്ലെങ്കിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. ഇന്ന് സ്വർണം വാങ്ങാൻ ആളുകളുടെ പണമില്ലാത്തൊരു സാഹചര്യം ഉണ്ട് എന്നൊരു സംശയമാണ് അത് ബോധ്യപ്പെടുത്തുന്നത്. ശരിക്കും രാജ്യത്ത് ഒരു സാമ്പത്തിക മാന്ദ്യം അലയടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ 1 വർഷത്തോളമായി ആ സാമ്പത്തിക മാന്ദ്യം അറിഞ്ഞോ അറിയാതെയോ ജനങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അവശ്യ സാധനങ്ങൾക്കെല്ലാം വില വളരെ കുത്തനെ കുതിച്ചു കയറിയിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനത്തിനെ കൊണ്ട് സാധിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ആളുകളുടെ വരുമാനം ഒരു തരത്തിൽ വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിസിനസ്സുകളെല്ലാം വളരെ ഭീകരമായ നഷ്ടത്തിലാണ് പോകുന്നത്. പക്ഷേ ആരും അത് ഒരു പരിധിയിലപ്പുറം പുറത്ത് കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആരും അതിനെപ്പറ്റി പറയാത്തത്. പക്ഷേ നമ്മൾ വ്യാപാരികളുമായി ഉള്ള സംസാരത്തിനിടയ്ക്ക് ആളുകൾ, നമ്മളവർക്ക് നമ്മുടെ മേഖലയിൽ മാത്രമേ ഉള്ളൂ, അതിൽ നമ്മുടെ ഏരിയയിലുള്ളൊരു കോമൺ ഒരു പ്രശ്നമാണ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആളുകളുള്ള അല്ലെങ്കിൽ ജില്ലാ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ സംസ്ഥാന മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കുമ്പോൾ ഇത് ഒരു ഏരിയയിൽ മാത്രമുള്ളൊരു പ്രതിഭാസമല്ല. ഇത് സംസ്ഥാനമൊട്ടുക്കും അല്ലെ രാജ്യമൊട്ടുക്കും സാമ്പത്തികമായി വലിയ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ അറിയുന്നത് ബിസിനസ്സുകാർക്കാണ്. പിന്നെ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. അത് ആളുകളുടെ പണമില്ല, പർച്ചേസിങ് പവർ ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇത് ആളുകൾ എന്താണേലും കയ്യിൽ പണം വെച്ചുകൊണ്ടിരിക്കില്ല. അവർ തന്നെ ഒന്നിൽ ഇപ്പോൾ സ്വർണം എന്നുള്ളൊരു മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഈ ഒരു കാര്യം പ്രതിഫലിക്കുന്നുണ്ട്.
തീർച്ചയായും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായിട്ട് തുടരുന്നുണ്ട്. വിവിധ മേഖലയിലെ ബിസിനസ് തകർച്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സ്വർണ്ണ വ്യാപാരികളെ എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾ വിചാരിക്കുന്നത് കരുതുന്നത് അവർക്കതൊന്നും വലിയ വിഷയമില്ല, കാരണം സ്വർണത്തിന്റെ ബിസിനസ് അല്ലേ നടത്തുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈസിയാണോ ഈ സ്വർണ്ണ വ്യാപാരം, ഈ ഒരു ബിസിനസ്? സ്വർണ്ണ വ്യാപാരം ഈ ഒരു കാലത്ത് അത്ര എളുപ്പമായത് നല്ലൊരു ബിസിനസ് അല്ലെ, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിട്ട് അല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ദൈനംദിനമായ വ്യാപാരം നടക്കുന്നില്ല എന്നുള്ളതാണ്. വൻകിടക്കാർക്ക് ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്, പക്ഷേ എന്നാൽ പോലും അവരുടെ ബിസിനസ്സുകളും പകുതിയിലായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ വെറുതെ പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പണ്ടൊരു സീസൺ ടൈമിൽ ഒരേ ജ്വല്ലറിക്കാർ ഞങ്ങൾ ഇന്ന് 10 ജ്വല്ലറി ഒരുമിച്ച് ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു 2 എണ്ണം ഒരുമിച്ച് ആരംഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പരസ്യങ്ങൾ കാണാൻ വലിയ വൻകിടക്കാരായോ. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? അങ്ങനെ പരസ്യം കാണുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പോൾ സപ്ലൈ ഡിമാൻഡ് കുറഞ്ഞു. അതുകൊണ്ട് കൂടുതൽ സ്ഥലത്തേക്ക് ഇവർ സ്ഥാപനങ്ങൾ ഇട്ടുകൊണ്ടോ, കൂടുതൽ സ്റ്റാഫിനെ എടുത്തുകൊണ്ടോ, കൂടുതൽ പിന്നെ ബിൽഡിങ്ങുകൾ വാടകയ്ക്ക് എടുത്തുകൊണ്ടോ കാര്യമില്ല. ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടോ സാധിക്കുന്നില്ല. ചെറുകിടക്കാരെയാണ് ഇത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്. വൻകിടക്കാരെന്ന് പറഞ്ഞാൽ അവർ മാർക്കറ്റിങ്ങിന് ഒരുപാട് സ്റ്റാഫുകളെ വിട്ട് ഒരു കല്യാണത്തെ പറ്റി നമ്മൾ വീടുകളിൽ പെൺകുട്ടിക്ക് ഒരു കല്യാണം ആലോചിക്കുന്നു. ആദ്യം ഡേറ്റ് തീരുമാനിക്കുന്നതിന് മുമ്പ് ഹോൾ ബുക്കിംഗ് ആയിരിക്കും അവർ നോക്കുക. ഹോൾ ബുക്ക് ചെയ്യുന്ന ആ നിമിഷം തന്നെ ഏജൻറ്റുമാർ അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് സ്റ്റാഫുകൾ ഹോൾ പള്ളികളിൽ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കൺവെൻഷൻ സെൻ്ററുകൾ എവിടെ കല്യാണ ബുക്കിംഗ് ഉണ്ടോ അവിടുന്ന് അഡ്രസ്സ് ഡീറ്റെയിൽ എടുത്തുകൊണ്ട് ഒരു വീട്ടിലേക്ക് 8ഉം 10ഉം ജ്വല്ലറികളുടെ ആളുകൾ നേരിട്ട് ചെല്ലുകയാണ്. അവർ പലതരം ഓഫറുകൾ പറയുന്നു, ഈ കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് അതിനകത്ത് ഏതെങ്കിലും ചെല്ലുന്ന ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ വാചകത്തിൽ വീണുകൊണ്ട് ഏതെങ്കിലും ഒരു ജ്വല്ലറിയിലേക്ക് ആളുകൾ പോകുന്നു. സാധാരണക്കാർ തൊട്ട് അങ്ങനെ അതിലേക്ക് പെട്ടുപോവുകയാണ്. അതുകൊണ്ട് ഈ ചെറുകിട വ്യാപാരികൾ അല്ലെങ്കിൽ അതിൽ താഴേക്കുള്ള വ്യാപാരികളൊക്കെ ഈ ഒരു കല്യാണ പാർട്ടികളെ കാണാനായിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന പോലെ ഒരു അവസ്ഥയിലാണ് അവർ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ് നടക്കുന്നില്ല. പിന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു മാമോദിസയിലെ 28 കെട്ടിനൊക്കെ ഒരു കുട്ടിമോതിരം അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ കൊടുക്കണമെങ്കിൽ ചെറിയൊരു 1000 രൂപയ്ക്ക് താഴെയൊക്കെ കുട്ടിമോതിരങ്ങൾ കിട്ടിയിരുന്നു. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ കുട്ടിമോതിരം വേണമെങ്കിൽ ഒരു 2000 രൂപയോട് അടുത്ത് ഒക്കെ നൽകിയാലേ സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചെറുകിട വ്യാപാരികളെ നമ്മളൊക്കെ ഒരു 1600 രൂപയ്ക്കൊക്കെ കുട്ടിമോതിരങ്ങൾ നൽകുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിൽ 4/1 ആയിട്ട് സെയിൽ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വിലയിൽ ഈ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ ആളുകൾ ജ്വല്ലറിയിലേക്ക് എത്തത്തുമില്ല. അങ്ങനെ അത് വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം ഒരുപാട് സ്റ്റാഫുകളെ വെച്ച് EMI ലോൺ എടുത്ത് അതുകൂടാതെ വലിയ വാടക കൊടുത്ത് കറണ്ട് ബില്ല് അടച്ച് നിൽക്കുന്നൊരു വ്യാപാരിയെ സംബന്ധിച്ച് ഈ കസ്റ്റമേഴ്സ് പ്രോപ്പറായിട്ട് വന്നില്ലെങ്കിൽ എങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യും? സ്റ്റാഫിന് ശമ്പളമൊന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഒരുപാട് കടകൾ പൂട്ടി പോകുന്നത്. പിന്നെ പുറമേ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ വ്യാപാരി അല്ലാത്ത രീതിയിൽ ചിന്തിച്ചാൽ നമ്മുടെ ഇരിക്കുന്ന സ്റ്റോക്കിൻ്റെ മൂല്യം വർദ്ധിക്കുന്നുണ്ട്, നമ്മുടെ അസറ്റ് വാല്യൂ വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇത് കയ്യിൽ ഇതിരുന്നാലും വിറ്റ് പോയെങ്കിലല്ലേ പണം ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ചെറുകിടക്കാർ ചെയ്യുന്നത് അവർക്ക് സ്വർണം നൽകിയ ആളുകൾക്ക് തന്നെ ഇത് വിറ്റിട്ട് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ ആ പണം വാങ്ങിയിട്ട് പോലും ഈ ദൈനംദിന ചെലവുകൾ നടത്തുന്ന സ്വർണ്ണക്കടകളുണ്ട്. ഒരുപാട് ചെറുകിടക്കാർ നിർത്തിപ്പോകുന്നുണ്ട്. പിന്നെ ഈ സ്വർണ്ണ പണിക്കാരെ സംബന്ധിച്ച് മിഷനറികളുടെ വരവോടുകൂടി തന്നെ അവരുടെ പണി ഏകദേശം പകുതിയിൽ താഴേക്ക് കുറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ ബിസിനസ് മാന്ദ്യം കൂടെ വന്നതോടുകൂടി അവർ ശരിക്കും വലിയ ദുരിതത്തിലും കൂടിയാണ് കടന്നു പോകുന്നത്. ഇതിനെയൊന്നും ആരും ഒരു ഗവൺമെൻറ്റും ഇതൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും ടാക്സ് വേണം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇവരെങ്ങനെയാണ് ഇവരുടെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നതിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. അവരൊക്കെ വലിയ കഷ്ടത്തിലും ദുരിതത്തിലൂടെയാണ് പോകുന്നത്. തീർച്ചയായും ഈ നമ്മൾ മലബാർ സൈഡിലേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ചെറുകിട വ്യാപാരികൾ ഇത്തരത്തിൽ ചെറിയ ഷോപ്പുകൾ നടത്തിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ആ ഷോപ്പുകളൊക്കെ മാറ്റി അവരൊക്കെ ഗോൾഡ് കവറിംഗ് പോലുള്ള മറ്റ് രീതികളിലേക്ക് മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വലിയ കടകളെ ആശ്രയിച്ച് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ മാത്രം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു അറ്റൻഷൻ അവർ കൊടുക്കുന്ന രീതിയിലേക്ക് ആളുകൾ മാറിയില്ല. അതിന് പ്രധാന ഘടകം എനിക്ക് തോന്നുന്നു അഡ്വർടൈസ്മെൻറ്റുകളാണെന്ന് തോന്നുന്നു അല്ലേ? അവർ വലിയ കോടികൾ മുടക്കി സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് വലിയ അഡ്വർടൈസ്മെൻറ്റ് നൽകുന്നു. സ്വാഭാവികമായിട്ടും ആളുകൾ അവിടേക്ക് പോകുകയാണ്. അങ്ങനെ വരുമ്പോൾ ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയല്ലേ പോകുന്നത്? അത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഒരുപാട് ഈ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ജ്വല്ലറികൾ പരസ്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആളുകൾ കൂടുതലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലാണ് അവരുടെ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ അല്ലെങ്കിൽ കുറേ ആഭരണങ്ങളെ പറ്റി വലിയ വിപുലമായ രീതിയിലുള്ള കളക്ഷൻസിനെ പറ്റിയൊക്കെ ഇത് കാണിക്കുമ്പോൾ
പിന്നെ യുവതലമുറ ചിന്തിക്കുന്നത് അവിടെ ചെന്നാൽ മാത്രമേ വില കുറവിൽ ഇത് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു മിഥ്യാധാരണയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ 1/2 ഗ്രാമിൻ്റെ മാല, 1 ഗ്രാമിൻ്റെ മാല എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന മാലകൾക്ക് വലിയ പൊലിമയിലാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ നേരിട്ട് ചെല്ലുമ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത് ഇത് ക്യാമറ ട്രിക്സിലൂടെ സൂം ചെയ്ത് വലിയ ഇതായിട്ട് കാണിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കയ്യിലെടുത്താൽ ഇത് കാണാൻ ഒരു ചെറിയൊരു നൂലിൻ്റെ വണ്ണം പോലും ഇല്ലാത്ത കമ്മലൊക്കെ അത് കാണുമ്പോൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണിത്. അതുകൂടാതെ ഇവർ ഓൺലൈൻ സെയിലുകൾ നടത്തുന്നു. ഓൺലൈൻ സെയിൽ ഇപ്പം മലയാളികൾ ഓൺലൈൻ അങ്ങ് ശീലിച്ചു പോയി. വീട്ടിലിരുന്ന് ഭക്ഷണം മേടിക്കുക, ഏത് ഇപ്പോൾ ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ്, എന്ത് സാധനങ്ങളും ഓൺലൈനിലൂടെ വാങ്ങുക. അപ്പോൾ ഈ ഗോൾഡ് ഓൺലൈനിലൂടെ കാണുന്ന ഒരു ഇതായിരിക്കില്ല. ഇവിടെ നേരിട്ട് ഇത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കാണ് മനസ്സിലാക്കുന്നത് ഇത്രയും ചെറുതായിരുന്നു ഇത് കണ്ടെന്നുള്ളത്. അങ്ങനെ ഒരുപാട് ഇതെല്ലാം ബാധിക്കുന്നത് ചെറുകിടക്കാരെ. വൻകിടക്കാരെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. ചെറുകിടക്കാരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് പണം മുടക്കി ഈ ഓൺലൈനിൽ ഇത് കാണിക്കാൻ സാധിക്കില്ല, ഇതിൻ്റെ സെയില് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കുറേ പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊരു കൂട്ടായ്മയായി ചെറുകിട വ്യാപാരികളെല്ലാം കൂടെ ഒത്തുചേർന്നൊരു കൂട്ടായ്മയായിട്ട് ഒരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് കോമൺ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയൊക്കെ മുന്നോട്ട് പോയാൽ നടക്കും. പക്ഷേ മാറ്റത്തിന് ശ്രമിച്ചാലും ഈ ഓരോരുത്തരും ഓരോ സ്ഥാപനങ്ങളായിട്ടിരിക്കുന്നവർ ഒന്ന് ചേർന്നൊരു ഇത് വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ കൂടുതൽ ആളും പരമ്പരാഗതമായി നിൽക്കുന്നവരാണ്. അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലൊക്കെ മാനസികമായി അനൈക്യമുള്ള ആളുകളൊക്കെ കാണും. പക്ഷെ അവരെ എല്ലാം കൂടെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരണമെങ്കിൽ ശരിക്കും വ്യാപാരി വ്യവസായ സംഘടനയൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് എല്ലാ വ്യാപാര മേഖലയും പ്രതിസന്ധി നേരിടുന്നുണ്ട്. പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. നമ്മൾ പിന്നെ മീറ്റിങ്ങുകളിലൊക്കെ പറയാറുണ്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. ആ പ്ലാറ്റ്ഫോമിൽ കൂടി എല്ലാ വ്യാപാരികൾക്കും കിട്ടുന്ന സഹായം കിട്ടുന്ന രീതിയിൽ ആ പ്ലാറ്റ്ഫോം ഗുണപ്പെടണം. അതിനനുസരിച്ച് ചെറുകിടക്കാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, കാര്യം പല ആളുകളും വലിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഒന്നും ഉള്ളവരായിരിക്കണമെന്നില്ല. അവരുടെ മക്കളൊന്നും ഫീൽഡിൽ പോലും ചിലപ്പോൾ കാണില്ല. അവരൊക്കെ വേറെ മേഖലകൾ തേടി പോയിരിക്കാം. അപ്പോൾ അവർക്ക് ഈ സാങ്കേതിക പരിജ്ഞാനങ്ങളൊക്കെ കുറവായിരിക്കും ഈ നിൽക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അവർക്കൊക്കെ സഹായകരമായ രീതിയിൽ ഒരു കോമൺ പ്ലാറ്റ്ഫോം വന്നു. ആ പ്ലാറ്റ്ഫോമിലൂടെ ഇത് സ്വർണം വിൽക്കുന്ന ഒരു രീതി ഓൺലൈനിലൂടെയും അല്ലാതെയും ഓഫ്ലൈനായിട്ടാണെങ്കിലും ഒരു കോമൺ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇത് നടത്തിയാൽ അത് വലിയ തോതിൽ സഹായമാകും. അത് ബിസിനസ്സിനെ തിരികെ കൊണ്ടുവരും എന്നുള്ളതാണ് എനിക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ഒരു ചിന്ത. ഇപ്പോൾ ഈ പറഞ്ഞു വന്നതുപോലെ തന്നെ ഈ വ്യാപാരം അതിനപ്പുറം തന്നെ ഈ സ്വർണ്ണ പണിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ. ചെറിയ കടകളിലൊക്കെ നമുക്കറിയാം തട്ടാന്മാരൊക്കെ പണ്ട് കാലത്ത് ഒരുപാട് പേരിങ്ങനെ ഷോപ്പിന് മുന്നിലിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ അങ്ങനെയൊക്കെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പക്ഷെ ഇന്നത് കാണാനേ ഇല്ല. അത്തരത്തിലൊരു മാന്ദ്യം അവർക്കിടയിലും സംഭവിച്ചു തുടങ്ങി. അവരൊക്കെ ആ ഒരു കുലത്തൊഴിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വർണ്ണത്തെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ. സ്വർണ്ണത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ പരമ്പരാഗതമായി ഈ പണി ചെയ്തിരുന്ന ആളുകളുടെ മക്കളാരും ഈ ഫീൽഡിലില്ല. വളരെ ചുരുക്കം ആളുകളുടെ, അതായത് വലിയ തോതിൽ ബിസിനസ് നടക്കുന്ന കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അവർ തന്നെ ജ്വല്ലറികൾ പോലെ ചെറിയ രീതിയിൽ നടത്തുന്ന ആളുകളുടെയൊക്കെ മക്കളിൽ എണ്ണാവുന്നവർ ഒരു 10% ആളുകൾ മാത്രമേ ഈ ഫീൽഡിൽ നിലനിൽക്കുന്നുള്ളൂ. ബാക്കി ഇപ്പോൾ ഈ മിഷണറികളൊക്കെ വന്നതോടുകൂടി ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ മേഖലയും കൈയടക്കുന്ന ഒരു തരത്തിലേക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങളും പിന്നെ ഇവർക്ക് ഒരു ഡെസിഗ്നേഷനൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് തന്നെ ഇതൊരു കുറച്ചിലായി തോന്നുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ, അത് അവരുടെ കുറ്റമല്ല, ഈ കാലം മാറുന്നതനുസരിച്ച് ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളാണ്. അങ്ങനെ ഇവരുടെ തന്നെ പുതിയ തലമുറകളൊന്നും ഈ മേഖലയിലില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഏരിയയിലൊക്കെ നേരത്തെ ഒരു പ്രദേശത്ത് ഒരു ടൗൺ ഏരിയയിൽ 8-10 സ്വർണ്ണപ്പണിക്കാരുണ്ടായിരുന്ന സ്ഥലത്ത് 1-2 ആളുകളിലേക്ക് ഇത് ചുരുങ്ങി. അവരുടെ പോലും മക്കൾ ആരും ഈ മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതാണ് ഇപ്പോൾ കോട്ടയം ടൗൺ അല്ലെങ്കിൽ ഏത് പ്രദേശം നോക്കിയാൽ പോലും വളരെ ഈ പരിജ്ഞാനമുള്ള വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ഈ മേഖലയിൽ വളരെ കുറവാണ്. അത് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഈ കാത് കുത്തുക മൂക്ക് കുത്തുക എന്നൊക്കെ പറഞ്ഞ ഒരു ആചാരമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു രീതിയല്ലേ. സ്വർണ്ണക്കടയിൽ ചെന്ന് അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വർണ്ണാഭരണം ഈ കുഞ്ഞുണ്ടാകുമ്പോൾ അതൊക്കെ ഒരു പാരമ്പര്യമായിട്ട് അങ്ങനെ കൊണ്ടുവരുന്ന കുറച്ച് രീതികളുണ്ടായിരുന്നു. അതിനൊക്കെ മാറ്റം വന്നു. ഇപ്പം എല്ലാം ഗൺഷൂട്ടിലേക്കൊക്കെ മാറിയിരിക്കുകയാണ്. അതിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണല്ലേ സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഗുണമാണോ ദോഷമാണോ? അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഗൺഷൂട്ട് ചെയ്യുമ്പോൾ അത് സ്വർണം വെച്ചിട്ടല്ല കോമൺ ആയിട്ട് എല്ലായിടത്തും ഗൺഷൂട്ട് ചെയ്യുക. അത് ഒരു സ്റ്റീലിൻ്റെ കൊണ്ടുണ്ടോ ഈ സ്റ്റാപ്പിൾ ചെയ്യുന്ന പോലെ സ്റ്റാപ്ലർ മോഡൽ ഒരു ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ആളുകളെല്ലാം ഇതിലേക്ക് പറയുന്നത് വേദന എടുക്കില്ല എന്നുള്ളതാണ്.
എന്താണെങ്കിലും നമ്മുടെ ശരീരത്തിനകത്ത് ഹോള് വരാതെ ഇത് ഇടാൻ പറ്റില്ല. അപ്പോൾ ഉറപ്പായിട്ടും വേദനയുണ്ട്. പിന്നെ വേദന ചെറിയൊരു കുറവ് പോലെ തോന്നും എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു കാര്യം അതിനകത്തൊരു അടിസ്ഥാനമില്ല. പിന്നെ ഇത് മാറിയിട്ട് ഈ ഇടുന്ന കമ്മൽ മാറി അടുത്തൊരു കമ്മൽ ഇടണമെങ്കിൽ അതിൻ്റെ ഹോള് വളരെ ചെറുതായിരിക്കും. പിന്നെ ഇത് മാറി ഇടണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ഇട്ടില്ലെങ്കിൽ ഇത് അടഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ശരിക്കും പരമ്പരാഗതമായി കുത്തിയിടുന്ന രീതി, കമ്മലിൻ്റെ പിരി ഊരിയിട്ട് അവിടെ ചെറിയൊരു മുള്ള് ആണ് ഇവർ വയ്ക്കുക. അത് പിരിച്ച് കയറ്റിയിട്ട് അത് വെച്ച് കാത് കുത്തുന്നു. അപ്പോൾ തന്നെ അത് മാറ്റിയിട്ട് കമ്മലിൻ്റെ പിരി ഇടുന്നു. ആ പരമ്പരാഗത രീതി തന്നെയാണ് എപ്പോഴും കാത് കുത്താനാണെങ്കിലും മൂക്ക് കുത്താനാണെങ്കിലും എല്ലാം ഉചിതമായിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട പലരും ഇപ്പോൾ ഒരു പേടി കാരണം, ആളുകൾ പറഞ്ഞുള്ള പേടി കാരണം കൺഷൂട്ട് ഉണ്ടോ അത് ചോദിച്ചു വരുന്നുണ്ട്. അത് കാരണം പല കടക്കാർ തന്നെ ഇത് പഠിച്ചിട്ട് അവർ തന്നെ കൺഷൂട്ട് ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഒരവസ്ഥയും ഉണ്ട്. ഈ സ്റ്റാഫുകളെയൊക്കെ നിർത്തുക, അതിനെയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്ന് സംബന്ധിച്ചിടത്തോളം ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണല്ലേ. അപ്പോൾ അവരുടെ ഒരു മാൻ പവർ കുറയുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഉടമസ്ഥരെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടെ റിസ്ക് ഫാക്ടർ ആയിരിക്കും. അവർക്ക് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യേണ്ട ഒരു ബാധ്യത വരികയാണ്. ഒപ്പം ഈ ഒരു റേറ്റ് മാറുന്നതിനനുസരിച്ച് ഉപഭോക്താക്കളെ ഡീൽ ചെയ്യുക എന്നത് പറയുന്നതും കുറച്ച് ഹെക്റ്റിക്കായ വർക്ക് തന്നെയാണ്. എങ്ങനെയാണ് അരുൺ മാർക്കോസ് എന്നൊരു വ്യക്തി ഇതിനെയൊക്കെ ഒരുപോലെ മാനേജ് ചെയ്തു പോകുന്നത്? നമ്മൾക്ക് പൊതുവേ സ്റ്റാഫ് കുറവാണ്. നമ്മൾ കുറച്ച് സ്റ്റാഫിനെ കൊണ്ടാണ് മാനേജ് ചെയ്യുന്നത്. ആദ്യം മുതലേ കുറച്ച് സ്റ്റാഫേ ഉള്ളതുകൊണ്ട് അവരെ വെച്ച് ഏകദേശം ബിസിനസ് പൊതുവേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബിസിനസ് കുറവുണ്ട്. അതുകൊണ്ട് നമുക്കത് മാനേജ് ചെയ്ത് പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ കൂടുതൽ ബ്രാഞ്ചുകളിട്ട് കൂടുതൽ സ്റ്റാഫിനെ വെച്ച് ഇന്നത്തെ കാലത്ത് മാനേജ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് റിസ്ക് ഫാക്ടറുണ്ട്. കാര്യം ഇപ്പോൾ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് വാങ്ങണമെങ്കിൽ 1.25 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വില നൽകിയാലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ കൂടുതൽ വെയിറ്റ് ഇത് കൈകാര്യം ചെയ്യുന്നത് തന്നെ റിസ്ക്കാണ്. ഈ പണം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ വരുന്ന ആളുകളെ വളരെ ശ്രദ്ധയോടുകൂടി വേണം. മിക്കവാറും ജ്വല്ലറികളൊക്കെ റോഡിനോട് ഒത്തിരി ചേർന്നാണ്. ഇപ്പോഴത്തെ കാലത്ത് ഈ സ്വർണ്ണ വിലയെ സംബന്ധിച്ചുള്ളൊരു ആശങ്ക നിൽക്കുന്നു. ഒരുപാട് സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഈ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഭീഷണികളും നേരിടുന്നുണ്ട് എല്ലാ ആളുകളും. അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഇത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ ഭീമമായ നഷ്ടത്തിലേക്ക് പോകാനും അത് ഒറ്റയടിക്ക് തന്നെ വലിയ തുക നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് നഷ്ടപ്പെടുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ആ പല പ്രതിസന്ധികൾ എല്ലാവരും നേരിടുന്ന അതേ പ്രതിസന്ധി തന്നെയാണ് നമ്മൾ നേരിടുന്നത്. അതിനെയൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്താൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ടാക്കിൾ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വ്യാപാരത്തെക്കുറിച്ചുള്ളയും അല്ലെങ്കിൽ അരുൺ മാർക്കോസിൻ്റെ ആ ഒരു വ്യാപാര രംഗത്തേക്കുള്ള വരവും ഞാൻ ചോദിക്കാം. എന്നിരുന്നാലും ഒരു സംശയം കൂടെ, കാരണം ഈ സ്വർണ്ണത്തിൻ്റെ വില ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുകയാണ്. ഇപ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ നിന്നുള്ളൊരു നമ്പർ അത് നമ്മുടെ എല്ലാം മനസ്സിൽ ആ സംഖ്യ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു പവൻ വാങ്ങണമെങ്കിൽ 1.5 ലക്ഷത്തിനടുത്തേക്ക് നൽകേണ്ട ഒരു സ്ഥിതിയാണ്. ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ 2025-26 ഈ ഒരു സമയത്താണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒന്നിൽ കൂടുതൽ തവണ വില കൂടുന്നതും 2025 മുതലാണ് ആരംഭിച്ചത്. പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്വർണ്ണവില ശ്രദ്ധിക്കാറില്ലായിരുന്നു. അതിനപ്പുറം ഒരു ദിവസം ഒരു തവണ കൂടുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ട്രെൻഡ് മാറി വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ബാധിക്കുന്നത്? കാരണം വ്യാപാര രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഇപ്പോൾ 2 തവണ അത് ശ്രദ്ധിക്കണം. ഒരു തവണ തന്നെ മാറുമ്പോൾ ഞെട്ടലുണ്ടാകുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷനൊക്കെ നടത്തുന്നത്? സ്വർണ്ണവില കൂടുമ്പോൾ 1-2 തവണ കൂടുന്ന ട്രെൻഡ് വന്നാൽ അത് ഒരു സ്വർണ്ണ വ്യാപാരി എന്ന നിലയിൽ നമ്മളെ വലിയ തോതിൽ ബാധിക്കുന്നില്ല. കാരണം നമുക്ക് വാങ്ങുന്നതിനാണെങ്കിലും വിൽക്കുന്നതിനാണെങ്കിലും അത് വലിയ പ്രശ്നമായിട്ട് വരില്ല. പക്ഷേ ഒരു ദിവസം 1-ലധികം തവണ ഭീമമായി തോതിൽ വില കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയൊരു റിസ്ക് ഫാക്ടറാണ്. കാരണം നമ്മൾ ചെറിയൊരു ലാഭത്തിന് ഓൾഡ് ഗോൾഡ് വിൽക്കാൻ വരുന്ന ആളുകളുടെ നിന്ന് വാങ്ങുന്നു. അത് ഒരു തവണ 1-ലധികം തവണ ഇത് വില കുറയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ സ്വർണം വിൽക്കുന്ന വൻകിടക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് വില കുറച്ചുള്ള രീതിയിലാണ് നമ്മളോട് ഇത് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ലാഭത്തിനെടുക്കുന്നത് ആ ഒരു 1-2 തവണയൊക്കെ വില കുറഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേ നമ്മൾക്ക് ഭീമമായൊരു നഷ്ടത്തിൽ ഇത് വിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ കസ്റ്റമറിനെ സംബന്ധിച്ച് കസ്റ്റമർ ഇപ്പം വളരെ അപ്ഡേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മളപ്പോൾ തന്നെ വില എപ്പോഴും കൂടിയാലും കുറഞ്ഞാലും ആളുകൾ ഇട്ടുകൊടുക്കാറുണ്ട്. പിന്നെ ആളുകൾ എപ്പോഴും ഓൺലൈനിലെല്ലാം നോക്കിയിട്ടാണ് വരുന്നത്. പിന്നെ ആളുകൾ വന്നിട്ട് ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്താ കഴിഞ്ഞ ദിവസം കുറഞ്ഞ വിലയ്ക്ക് ഞങ്ങൾക്ക് തന്നാൽ എന്താണ്, നിങ്ങൾക്ക് ലാഭമല്ലേ, നിങ്ങൾ പഴയ വിലയ്ക്ക് എടുത്തു വെച്ച സ്വർണ്ണമല്ലേ എന്നൊക്കെ ചില സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമർ തമാശയല്ലാതെയും ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ കിട്ടിയാലോ എന്നുള്ളതിനാണ് ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് അവരോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ
നമ്മൾ പഴയ വിലയ്ക്കായിരിക്കും ഇത് വാങ്ങി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ സ്വർണം വിറ്റിട്ട് നമ്മൾ ഈ സ്റ്റോക്ക് റീഫില്ല് ചെയ്യണമെങ്കിൽ ഇന്നത്തെ പുതിയ വില കൊടുത്താലല്ലേ ആഭരണം വാങ്ങാൻ സാധിക്കുള്ളൂ. അതേസമയം നമ്മൾ ഇത് ഒരു സ്റ്റോക്ക് വിറ്റഴിക്കില്ല, നമ്മൾ ഇന്നുകൊണ്ട് ബിസിനസ് അവസാനിപ്പിക്കുക. ഇനി ബിസിനസ് തുടരുന്നില്ല എങ്കിൽ നമുക്ക് വില കുറച്ച് വിറ്റിട്ടാണെങ്കിൽ ഇത് ഒഴിവാക്കാം. അങ്ങനത്തെ ഒരു ഇതിലാ പോകുന്നെങ്കിൽ കുഴപ്പമില്ല. അതെനിക്കൊന്ന് വസ്ത്രങ്ങളുടെയൊക്കെ ഒരു വ്യാപാരത്തിൽ കുറച്ചുകൂടെ കണ്ടിട്ടുണ്ട്, കടകാരിയാക്കൽ എന്നൊക്കെ പറഞ്ഞ അഡ്വർടൈസ്മെന്റിൽ. പക്ഷെ അത് സ്വർണ്ണക്കടയെ സംബന്ധിച്ചിടത്തോളം നടക്കും. സ്വർണ്ണക്കടയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. കാര്യം വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിന് ഒരു പ്രോപ്പർ വിലയില്ല. വില നിശ്ചയിക്കുന്നത് ഈ വ്യാപാര സ്ഥാപനമാണ്. ഒരു വ്യാപാര സ്ഥാപനം വസ്ത്രത്തിന് വില നിശ്ചയിക്കുന്നത് അതിൻ്റെ 5 ഇരട്ടിയും 10 ഇരട്ടിയും വിലയാണ് അവർ ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങുന്നത്. അതേസമയം സ്വർണ്ണത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇതില്ലല്ലോ. എപ്പോഴും ബേസ് ഒരു വിലയുണ്ട്. പണിക്കൂലി ഇത് ആണ് ആകെപ്പാടെ ഇതിനകത്ത് ഓരോ കടകളുടെ അനുസരിച്ച് അല്ലെ ഓരോ പാറ്റേൺ അനുസരിച്ച് വ്യത്യാസം വരുന്നത്. അത് പിന്നെ ഇപ്പോൾ ഒരു കസ്റ്റമർ ഇല്ലെങ്കിൽ പോലും ഇത് അങ്ങനെ കൊടുക്കേണ്ട ഒത്തിരി മാർക്കറ്റ് വിലയേക്കാളും കുറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അല്ലാതെ വിറ്റ് ഒഴിവാക്കാൻ മാർഗ്ഗങ്ങൾ ഒരുപാടുണ്ട്. സ്വർണ്ണമല്ലേ, സ്വർണ്ണത്തിന് എപ്പോഴും ആവശ്യക്കാരും ഇത് ഉള്ളത് കൊണ്ട് നടക്കും. വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ചെരുപ്പുകൾ അല്ലെ ബാക്കി അപ്പാരൽസ് ഒക്കെ ആണെങ്കിൽ ഇത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ഉപേക്ഷിച്ച് കളയുകയല്ലേ സാധിക്കുകയുള്ളൂ. സ്വർണ്ണത്തെ സംബന്ധിച്ച് ആ ഒരു പ്രതിസന്ധി ഒരിക്കലും ഉണ്ടാവില്ല. തീർച്ചയായും ഈ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ സ്വർണ്ണവില എപ്പോഴും എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം റെക്കോർഡുകൾ ഇപ്പോൾ 2 ലക്ഷം ഇപ്പം തന്നെ എത്തുമോ എന്നുള്ളൊരു ആശങ്ക തന്നെയായിരുന്നു മാർച്ച് ആദ്യം തന്നെ കണ്ടത്. പക്ഷേ വലിയൊരു കുറവ് രേഖപ്പെടുത്തി. എന്നാൽ തൊട്ടു പിന്നാലെ ഇപ്പോൾ കൂടി വരുന്നൊരു സാഹചര്യമാണുള്ളത്. ഈ 2027 എത്തുമ്പോൾ ചില പ്രവചനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, 2 ലക്ഷം എന്നുള്ളൊരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്തുമെന്നൊക്കെ. ഈ 2 ലക്ഷം എന്നതും നമുക്ക് അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല, കാരണം 1 ലക്ഷം ആകുമെന്ന് പോലും ചിന്തിച്ചിരുന്നില്ല. ഇനി 2 ലക്ഷത്തിലേക്ക് ഒരു കുതിപ്പ് തന്നെയാണോ സ്വർണ്ണവിലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യാത്ര നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ നമ്മൾ ആരും പ്രതീക്ഷിച്ച ഒരു വിലയല്ല ഈ 1 ലക്ഷം എന്ന് പറയുന്നത്. 1 ലക്ഷം എന്നുള്ള റേറ്റിലേക്ക് എത്തുമെന്ന് പല ആളുകൾ കാലങ്ങളായി പറഞ്ഞിരുന്നെങ്കിലും അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാണ്. അങ്ങനെ വിദൂര സാധ്യത പോലും ആരും കണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 1 ലക്ഷവും കടന്ന് 1.5 ലക്ഷവും ഒക്കെ കടന്നു പോയപ്പോൾ ആളുകൾ ഇപ്പോൾ 1 ലക്ഷം എന്നുള്ള ഒരു വിലയെപ്പറ്റി ആരും ചിന്തിക്കുന്നേ ഇല്ല. അത് 1 ലക്ഷം ഒരു കോമൺ വിലയായി. പക്ഷെ പല ആളുകൾ വിൽക്കാൻ വരുമ്പോഴത്തേക്ക് ഒരു മാലയൊക്കെ നൽകി നമ്മൾ 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപയൊക്കെ നൽകുമ്പോൾ അവർ പറയുക, ഞങ്ങളിത് 5 വർഷം മുന്നേ മേടിച്ചപ്പോൾ ഇത് 30,000 രൂപയ്ക്ക് മേടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുഖത്തെ ഒരു സന്തോഷം കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു ഇതുണ്ട്. കാര്യം സ്വർണ്ണത്തിന് അവരത് അന്ന് വാങ്ങി ഇത് വെച്ചിരുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്രയും കാര്യങ്ങൾ. പല ആളുകൾ ഇപ്പോൾ വരുന്നത് വീട് പണി ആവശ്യത്തിന്, അതിനുവേണ്ടി സ്ഥലം വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ വിദേശ പഠനത്തിന് പോകുന്ന കുട്ടികൾ വിദേശ പഠനത്തിന് അന്നേരത്തെ പണത്തിന് ആവശ്യത്തിന്. നേരത്തെ ഇതിനൊക്കെ വലിയ രീതിയിൽ അവർ കഷ്ടപ്പെട്ടിരുന്ന ലോണിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന ആളുകളെ സംബന്ധിച്ച് കയ്യിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ കാറ് വാങ്ങാൻ വരുന്നവർ വരെ 2-3 പവനൊക്കെ കൊണ്ടുപോയി വിറ്റിട്ട് അവർ പറയും ഞങ്ങളൊരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട് മേടിക്കാനാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്ന അവരുടെ കൂടുതലായിട്ട് സ്വർണ്ണം ഇരിപ്പുണ്ട്, എന്തിനാ അത് വെറുതെ വിൽക്കുന്നത്, അവരുടെ ആവശ്യങ്ങൾ നടക്കുമല്ലോ. അത് ആളുകൾക്കൊരു വലിയ ജനങ്ങൾക്കിത് വലിയൊരു ഒരു തരത്തിൽ നോക്കും, കയ്യിൽ സ്വർണ്ണം ഉള്ള ആളുകൾക്ക് ഇത് ആശ്വാസവും വാങ്ങേണ്ട ആളുകൾക്ക് ഇതൊരു ആശങ്കയാണ്. ഇപ്പോൾ വാങ്ങണം നല്ല സമയമാണോ എന്നുള്ളൊരു ചിന്ത ഇപ്പോഴെനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാരണം ഈ കല്യാണം പോലുള്ള ആവശ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കൂടുതൽ പർച്ചേസ് നടത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും നല്ല സമയമാണോ അതോ ഇനിയും കാത്തിരിക്കണോ? ഇപ്പോൾ ഏറ്റവും പറ്റിയ സമയം. എന്താണെങ്കിലും ഇനി മുന്നോട്ട് വില കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. ഇപ്പം കുറഞ്ഞു നിൽക്കുന്ന ഈ സമയം അവസരം മുതലെടുത്ത് വാങ്ങേണ്ട ആളുകൾ പരമാവധി പണം അനുസരിച്ച്, ചില ആളുകൾ ഈ ലോണൊക്കെ എടുത്ത് അല്ലെ കടം വാങ്ങിയൊക്കെ സ്വർണം വാങ്ങുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾ ഇത് വാങ്ങിയിട്ട് കൊണ്ടുപോയി പണയം വെച്ചിട്ട് വേറെ വല്ലവരുടെ പണം മേടിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ശരിക്കും ഒരു മണ്ടത്തരം എന്നേ പറയാനുള്ളൂ. കാരണം അതിൻ്റെ പലിശ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അവരെ ഒരു ഗുണം കിട്ടത്തില്ല. വില കൂടുന്നതിൻ്റെ അനുസരിച്ചുള്ള ഒരു പ്രയോജനം അവർക്ക് കിട്ടത്തില്ല. പക്ഷേ കയ്യിൽ പണമായിട്ട് സൂക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് ഗോൾഡാക്കി സൂക്ഷിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഇപ്പോൾ വാങ്ങാൻ പറ്റിയ സമയമാണ്. കല്യാണാവശ്യങ്ങൾക്കാണെങ്കിലും അല്ലാതെ ആണെങ്കിലും സ്വർണം വാങ്ങണമെന്നുള്ളവർക്ക് ഇപ്പോൾ ഏറ്റവും പറ്റിയ സമയം. ഇനി മുന്നോട്ട് അത് കൂടത്തേ ഉള്ളൂ. കുറയാനായിട്ട് ഇതുവരെ സ്വർണത്തിനെ സംബന്ധിച്ച് ഒരു സമയത്ത് പോലും താഴേക്കൊരു സ്ഥിരമായി പോകുന്ന ഒരു വില ഉണ്ടായിട്ടില്ല. ചില സമയങ്ങളിലൊക്കെ 6 മാസം 1 വർഷമൊക്കെ കുറച്ച് വില കുറഞ്ഞു നിന്ന സമയങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് ഒരിക്കലും അത് താഴേക്ക് പോകില്ല. എന്ത് വന്നാലും ഒരു 2027 ആകുമ്പോൾ 2 ലക്ഷത്തിനോടടുത്ത് 1.5-2 ഇടയ്ക്ക് ഒരു രീതിയിൽ സ്വർണ്ണവില എത്തും. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വലിയ ആഗോളതലത്തിൽ എന്തെങ്കിലും വലിയ ചേഞ്ചുകൾ ഉണ്ടായാൽ ഈ 2 ലക്ഷം എന്ന സംഖ്യയും കടന്നു വരെയും ഇത് പോകാൻ ഉള്ള സാധ്യതയുണ്ട്.
തീർച്ചയായും അതൊരു ഞെട്ടലാണ്. കാരണം എൻ്റെ വിവാഹ സമയത്ത് ഞാൻ ശ്രീ അരുൺ മാർക്കസിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നല്ലേ. അപ്പോഴും എത്രയും പെട്ടെന്ന് വാങ്ങുന്നതാണ് നല്ലത് എന്നുള്ളൊരു അഡ്വൈസ് തന്നെയായിരുന്നു തന്നത്. കാരണം വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക്, കാരണം അങ്ങനെയുള്ള ആളുകളാണ് ഈ സംശയങ്ങൾ ചോദിച്ചുമൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ മരിയ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബ്രാൻഡിലേക്ക് എത്തുമ്പോൾ എന്താണ് മരിയ ഗോൾഡ് മറ്റ് ജ്വല്ലറികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താ പറയുക ഉപഭോക്താക്കൾക്ക് നൽകുന്നത്? നമ്മൾ വിശ്വാസമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ ഒരു ഓഫർ പറഞ്ഞ് ആളുകളെ കടയിലേക്ക് എത്തിച്ചിട്ട് ആ ഓഫർ കൊടുക്കാതിരിക്കുകയും, അല്ലെങ്കിൽ എന്നാ പറയുക, ഞാൻ പല കടക്കാരുടെയും ടാഗ് ലൈനൊക്കെ നേരത്തെയൊക്കെ പല കടകളും പരസ്യമായി വലിയ പരസ്യത്തിലൂടെ കൊടുക്കുന്ന ഒരു പവനിൽ 2000 രൂപ കുറവ് ഡിസ്കൗണ്ടിൽ നൽകുന്നു. ഇപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്, സ്വർണ്ണമല്ല ഇത്ര രൂപ, അതിനകത്ത് 2000 രൂപ കുറച്ച് കിട്ടും. പക്ഷേ അതിനെ ആ പരസ്യത്തിൻ്റെ താഴെ കാണും കണ്ടീഷൻ സപ്ലൈ എന്ന് അവർക്ക് പോലും വായിക്കാൻ പറ്റാത്ത തരത്തിൽ ചെറുതായിട്ട് കാണും. അവർ കുറച്ച് കൊടുക്കുന്ന എവിടെയാണെന്നറിയാമോ? അവർ നോർമലി നൽകേണ്ട ഈ ഒരു പവൻ ആഭരണത്തിന് 5000 രൂപ അല്ലെ 6000 രൂപ പണിക്കൂലിയെങ്കിൽ ഇവരൊരു 10000 രൂപ അതിനും കിടും. അവർ 10000 രൂപ ഇട്ടിട്ട് അതിനകത്ത് 2000 കുറയ്ക്കും. അപ്പോഴും ഈ വരുന്ന കസ്റ്റമർ 2000 രൂപ എക്സ്ട്രാ ആണ് പോകുന്നത്. പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ആളുകൾ ഈ ഓഫർ ശരിക്കും പറഞ്ഞത് വലിയൊരു ഓഫറായിട്ടാണ് ആളുകൾ കാണുമ്പോൾ ഓഫർ ലാഭം എന്ന് കാണുമ്പോൾ അത് മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. ആളുകൾ അതിൻ്റെ പുറകെ ഓഫറുകളുടെയും പരസ്യങ്ങളുടെയും പുറകെ പോകും. ഈ പരസ്യങ്ങളുടെയും ഓഫറുകളുടെയും പുറകെ പോകുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, ഈ കൊടുക്കുന്ന പരസ്യത്തിൻ്റെയും ഇതെല്ലാം അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ജ്യൂസ്, ആളുകൾ പറയുകയാണ് ഞാൻ ആ കടയിൽ ചെല്ലുന്ന കയറിയപ്പോൾ തന്നെ ഒരു ജ്യൂസ് എടുത്തു. എന്താണ് കയറിയപ്പോൾ ജ്യൂസ് തന്നത്? ഈ കസ്റ്റമർ പോകരുത്. ഒരു ഫാമിലിക്കായിട്ട് പല കടകളിലും ചെന്ന് കഴിയുമ്പോൾ ആദ്യം തന്നെ ജ്യൂസൊക്കെ കൊടുത്ത് ജ്യൂസ് കുടിച്ച് കഴിയുമ്പോൾ ഇവർക്ക് നഷ്ടമുണ്ട ചോക്ലേറ്റ് കൊടുക്കുന്നു, അവർക്ക് ബലൂൺ കൊടുക്കുന്നു. ഇതൊക്കെ ബ്രാൻഡിങ് ആണ്, അല്ലെ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഉടനെ ഇവർ പറയുകയാണ് ഞാൻ ജ്യൂസ് കുടിച്ചു പോയി, ഇനിയിപ്പോൾ എങ്ങനെ അവിടുന്ന് ഇറങ്ങും? അവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും കിട്ടിയില്ല, വിലയും കൂടുതല, പക്ഷേ ഇറങ്ങിപ്പോകാൻ ഒരു മടി. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് കൃത്യമായി ആളുകളുടെ മൈൻഡ് റീഡ് ചെയ്തിട്ട് ആളുകളെ പിടിച്ചിരുത്താനും ആളുകളെ കടയിലേക്ക് ആകർഷിക്കാനും ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഏകദേശം ഒരു 20 വർഷത്തിന് മുകളിലായി, 25 വർഷത്തോളമായി നമ്മൾ കടയായിട്ട് ആരംഭിച്ചിട്ട്. അതിനു മുന്നേ നമ്മൾക്ക് പണയ മേഖലയുമായിട്ടൊക്കെ ബന്ധമുണ്ട്. നമ്മൾ സ്വർണം പണയം എടുക്കുക ഇതെല്ലാം ചെയ്തിരുന്നു. അതിന് മുന്നത്തൊട്ടേ ആളുകൾ നമ്മുടെ അടുത്തുള്ള ആളുകളാണെങ്കിലും നമ്മളുമായിട്ട് വ്യാപാരം നടത്തിയിട്ടുള്ള ആളുകൾ 25 വർഷത്തിനും 30 വർഷത്തിനും പുറകെയുള്ള ആളുകൾ ഇപ്പോഴും നമ്മളെ തേടി എത്തുന്നു എന്നുള്ളതാണ് നമ്മളുടെ കടയുടെ ഒരു പ്രത്യേകത. കാര്യം വേറൊന്നും ഉണ്ടല്ലോ, നമ്മൾ അവരോട് എടുക്കുന്ന സമീപനം ഒരു ജുവലറിക്കാരനും ഒരു കസ്റ്റമർ എന്നുള്ള നിലയിലല്ല, അവരുടെ ഒരു സുഹൃത്തിനെ പോലെയാണ് നമ്മൾ അവരോട് പെരുമാറുന്നത്. അവരോട് വളരെ ഒരു ഗ്യാപ്പ് ഇടാതെ അവരോട് വളരെ സ്നേഹത്തോടുകൂടിയും വിശ്വാസ്യതയോടുകൂടിയും പെരുമാറുക. അവരെത്ര കൊല്ലം കഴിഞ്ഞ് സ്വർണം വിൽക്കാൻ കൊണ്ടുവന്നാൽ, പഴയ കാലത്ത് 15 വർഷം അല്ലെ അതിന് പുറകോട്ടൊക്കെ വിറ്റിരുന്ന സ്വർണ്ണാഭരണങ്ങൾ പറഞ്ഞ് 916 ഒന്നും അല്ല, അത് പഴയ ക്യാരറ്റിലുള്ള നമ്മൾ ആദ്യം ആരംഭിച്ചപ്പോൾ പഴയ സ്വർണ്ണാഭരണങ്ങളുടെ സെയിലായിരുന്നു നമുക്ക്. അന്നത്തെ കാലത്ത് പല ജ്വല്ലറിയുടെ സ്വർണ്ണമായിരുന്നു നമ്മൾ വിറ്റിരുന്നത്. അതൊക്കെ അവർ തിരിച്ചു കൊണ്ടുവരുമ്പോഴും നമ്മൾ അവരോട് ഒരു അവർ അയ്യോ ഞങ്ങൾക്ക് അന്നത്തെ ബില്ല് ഞങ്ങളുടെ കയ്യിലില്ല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചെടുക്കുന്നതിൽ പ്രയാസമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അവരുടെ മുഖം കണ്ട നിങ്ങളെ എത്ര വർഷമായിട്ട് പരിചയമുള്ളത്, നമ്മൾ അവരോട് ആ ഒരു വിശ്വാസ്യതയെ നമ്മൾ തിരിച്ചും ആളുകൾക്ക് നൽകുമ്പോൾ ആ വിശ്വാസ്യതയാണ് നമ്മുടെ മുഖമുദ്ര. അതിപ്പോഴും നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. അത് സ്വർണത്തിൻ്റെ മാറ്റിൻ്റെ കാര്യത്തിലും അതെ, ആളുകളോടുള്ള ഡീലിങ്സിൻ്റെ കാര്യത്തിലും അതെ, അത് ജനങ്ങളെ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ നമുക്ക് ഒരു കൃത്യമായൊരു സ്വാധീനം നിലനിർത്തി പോരാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് ഓരോ വ്യാപാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യവസായത്തിൻ്റെയൊക്കെ വിജയം എന്ന് പറയുന്നത്. കാരണം അവരും തരുന്ന ഒരു സ്നേഹം, അവരും തരുന്നൊരു വിശ്വാസത, അത് തന്നെയാണല്ലോ ഇതൊക്കെ നിലനിർത്തി പോകുന്നത് അല്ലേ. എന്തായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് സ്വർണ്ണത്തെക്കുറിച്ച്. എന്തായാലും സമയക്കുറിവ് പോലെ നമുക്കിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ സ്വർണം വാങ്ങാൻ താല്പര്യപ്പെടുന്നവരോട് എന്താണ് പറയാനുള്ളത്? സ്വർണം വാങ്ങാൻ താല്പര്യപ്പെടുന്ന ആളുകൾ കഴിവതും എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങുക. ഇപ്പോൾ നല്ല രീതിയിൽ വില കുറഞ്ഞു നിൽക്കുന്ന, ഇപ്പോൾ ചില ആളുകൾ ചിന്തിക്കും ഇതാണോ കുറവ്, ഇപ്പോഴത്രയല്ലേ വിലയെന്ന് ചിന്തിക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഇത് തന്നെയാണ് കുറവ്. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് അയ്യോ നേരത്തെ മേടിച്ചിരുന്നെങ്കിൽ എന്നാലോചിച്ചിട്ട് കാര്യമില്ലോ. ചില കസ്റ്റമേഴ്സൊക്കെ വന്നിരുന്ന് പറയാറുണ്ട് അയ്യോ ഞങ്ങൾ 2 ആഴ്ച മുന്നേ മേടിക്കാനിരുന്ന ഇപ്പോഴത്തെ വില ഇത്രയും കൂടിയില്ലേ. അതുപോലെ തന്നെ സ്വർണം വിൽക്കാനുള്ള ആളുകളും അത്യാവശ്യക്കാർ മാത്രം ഇപ്പോൾ സ്വർണം വിറ്റാൽ മതി. എന്തെങ്കിലും പെട്ടെന്നുള്ള ആവശ്യങ്ങൾ, ഒരു മാസത്തിനിടയ്ക്കൊക്കെയുള്ള ആവശ്യങ്ങൾ അല്ലെ ഒരാഴ്ചയ്ക്കുള്ള ആവശ്യങ്ങളുള്ളവർ മാത്രം സ്വർണം വിൽക്കുക. അല്ലാത്തൊരു വെയിറ്റ് ചെയ്യുക. അവർക്ക് ദീർഘകാല അടിസ്ഥാനമാക്കി എന്തെങ്കിലും ആവശ്യമുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം വെയിറ്റ് ചെയ്താൽ ഉറപ്പായിട്ട് സ്വർണ്ണത്തിന് വില കൂടും. ആ കൂടുന്നിടം വരെ വെയിറ്റ് ചെയ്ത് വിൽക്കുക. പക്ഷേ ചില ആളുകൾ ഇങ്ങനെ ഈ ചില ജ്വല്ലറികളുടെ പരസ്യമുണ്ട്,
ഈ 916 അല്ലാത്ത ആഭരണങ്ങൾ ഇനി ആരും എടുക്കത്തില്ല എന്നുള്ള തരത്തിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ പലരും കൊടുക്കാറുണ്ട്. പക്ഷെ അതിനകത്തൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല. 916 അല്ല, 20 ക്യാരറ്റ് ആണെങ്കിലും 18 ആണെങ്കിലും 14 ആണെങ്കിലും ഏത് ക്യാരറ്റിൻ്റെ ആഭരണങ്ങളും എത്ര കൊല്ലം മുൻപ് വാങ്ങിയ ആഭരണങ്ങളും ഒരു കാരണവശാലും ആരും വാങ്ങാതിരിക്കത്തില്ല. അതങ്ങനെ സാധിക്കില്ല. എപ്പോഴും ഇത് സ്വർണ്ണമാണെങ്കിൽ അതിന് എത്ര കൊല്ലം കഴിഞ്ഞാലും ഏത് മാറ്റാണ് ആ മാറ്റിനനുസരിച്ചുള്ള വില കിട്ടുകയുള്ളൂ എന്നേ ഉള്ളൂ. അതിനകത്തൊന്നും ഒരു പ്രശ്നവും ആളുകൾക്ക് ഉണ്ടാവില്ല. ഇതാണ് പറയാനുള്ളത്. ആളുകൾ പാനിക്കാവേണ്ട ഒരു കാര്യത്തിൽ. വില കൂടുന്നെന്നും പറഞ്ഞ് പാനിക്കായി കടമൊന്നും വാങ്ങി സ്വർണം വാങ്ങാൻ നിൽക്കേണ്ട. കയ്യിലുള്ളതിന് വാങ്ങി വയ്ക്കുക. അതുപോലെ വിൽക്കാനുള്ള ആളുകളും പെട്ടെന്നുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ സ്വർണം വിപണിയിൽ വിറ്റഴിച്ച് വാങ്ങുക. അല്ലാത്ത ആളുകൾ വെയിറ്റ് ചെയ്യുക. അവർക്ക് അത് കൂടുതൽ മൂല്യം അവർക്ക് ലഭിക്കുകയും മാത്രമേ സ്വർണത്തിൻ്റെ കാര്യത്തിലുള്ളൂ. സ്വർണം എപ്പോഴും നമുക്ക് ഒരു വിലമതിക്കാനാവാത്തൊരു സമ്പാദ്യം തന്നെയാണ്. തീർച്ചയായും. എന്തായാലും ആ വിലമതിക്കാത്ത സമ്പാദ്യത്തിൽ ചെറിയ ആശങ്ക എപ്പോഴും ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. എന്തായാലും ഇനിയും കൂടുതൽ വിശദാംശങ്ങളൊക്കെ നമുക്കിനി ഏതെങ്കിലും ദിവസങ്ങൾ ഇതുപോലെ ഇരുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെയധികം നന്ദി സി മലയാളം ന്യൂസിനോടൊപ്പം പങ്കുചേർന്നതിൽ. ഇനി മറ്റൊരു ദിവസം നമ്മോടൊപ്പം തന്നെ പങ്കുചേർന്നെന്ന് പറയുകയാണ്. ഇനിയും വലിയ തരത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾ തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മറ്റു വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.